സമീപകാലത്തുണ്ടായ 2 കോടതി ഇടപെടലുകളുടെ പേരിൽ രാജ്യം ഭരിക്കുന്നവരും സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും രാജ്യത്തെ പരമോന്നത കോടതിയെ നിരന്തരം വിമർശിക്കുകയാണ്. ബില്ലുകളിൽ ഒപ്പിടുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച വിധിക്ക് പിന്നാലെയാണ് വിമർശനം തുടങ്ങിയത്. ഉപരാഷ്ട്രപതിയും ഗവർണർമാരും വരെ കോടതിക്ക് കുറ്റം ചാർത്തുന്നു. വഖഫ് നിയമത്തിലെ വിവാദ വ്യവസ്ഥകൾ കൂടി മരവിപ്പിച്ചതോടെ കിട്ടാവുന്ന കഠിന പദങ്ങളെല്ലാം പെറുക്കി കോടതിയെ എറിയുന്നു BJP നേതൃത്വത്തിലുള്ള ചിലർ. ഒടുവിൽ പശ്ചിമ ബംഗാൾ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ന്യായപീഠത്തിനെതിരെ തുടരെ വരുന്ന വിമർശനങ്ങളോട് നിയുക്ത ചീഫ് ജസ്റ്റിസ് നേരിട്ട് പ്രതികരിക്കുന്നതും രാജ്യം കണ്ടു. എന്താണ് ജുഡീഷ്യറിക്കും രജിസ്ട്രേച്ചറിനും ഇടയിൽ സംഭവിക്കുന്നത്? ആദ്യം RDX റാപ്പ് കാണാം. 59 സെക്കൻഡ്. തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാൻ രാഷ്ട്രപതിക്ക് 3 മാസത്തെ സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. അന്ന് വിമർശനം ആരംഭിച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ഡൽഹി സർവകലാശാലയിലെ പരിപാടിക്കിടയിലും വിമർശനം ആവർത്തിച്ചു. BJP എംപിമാരായ നിഷികാന്ത് ദുബെ, ദിനേശ് ശർമ്മ എന്നിവരുടെ കടുത്ത പരാമർശങ്ങൾ തങ്ങളുടേതല്ല എന്ന് BJP അറിയിച്ചെങ്കിലും ഇരുവരും പ്രസ്താവന തിരുത്തിയിട്ടില്ല. അതിനിടയിലാണ് വിമർശനങ്ങളോട് സുപ്രീം കോടതി നേരിട്ട് പ്രതികരിച്ചത്. ബംഗാളിൽ വഖഫ് നിയമവിരുദ്ധ പ്രതിഷേധം കലാപമായതോടെ കേന്ദ്രം ഇടപെടണമെന്ന ഹർജിയാണ് നിയുക്ത ചീഫ് ജസ്റ്റിസ് BR ഗവായ് പരിഗണിച്ചത്. രാഷ്ട്രപതി ഭരണത്തിന് കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിനിന്റെ ആവശ്യത്തോട് കേന്ദ്രത്തിന്റെ അധികാരത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നതായി ആക്ഷേപമുണ്ടല്ലോ എന്നാണ് ജസ്റ്റിസ് ഗവായ് തിരിച്ചു ചോദിച്ചത്. ഹർജി ഉടൻ പരിഗണിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട അഭിഭാഷകനോട് അതിന് സാധിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. പരമോന്നത നീതിപീഠത്തെ കടന്നാക്രമിച്ച BJP MP നിഷികാന്ത് ദുബെക്കെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട ഹർജിക്കാരനോട് അറ്റോർണി ജനറലിനെ സമീപിക്കാനും ജസ്റ്റിസ് BR ഗവായ് നിർദ്ദേശിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. സുപ്രീം കോടതിയുടെ വിധിയെ വിമർശിച്ച് ഗവർണർമാർ അടക്കം രംഗത്ത് വന്നിരുന്നു. സുപ്രീം കോടതി അധികാര പരിധി ലംഘിച്ചുവെന്ന് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. ഭരണഘടന മാറ്റാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല, പിന്നെ എന്തിനാണ് നിയമനിർമ്മാണ സഭകൾ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ജുഡീഷ്യറി രാഷ്ട്രപതിക്ക് മുകളിൽ വന്നാൽ എന്തു പറ്റുമെന്ന് ചർച്ച ചെയ്യണമെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിവേരുകൾക്ക് ദോഷം സംഭവിക്കുന്ന വിധിയാണ് എന്നാണ് PS ശ്രീധരൻപിള്ള ഗോവ ഗവർണർ പറഞ്ഞത്. മാത്രമല്ല, ഉപരാഷ്ട്രപതിയാണ് ഏറ്റവും കടുത്ത ഭാഷയിൽ സുപ്രീം കോടതിക്കെതിരെ രംഗത്തെത്തിയത്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ജുഡീഷ്യറിയെ വിമർശിച്ചത് ജഗദീപ് ധൻഖറാണ്. ജനപ്രതിനിധികളാണ് പരമാധികാരികൾ, പാർലമെന്റിന് മുകളിൽ മറ്റൊരു അധികാര കേന്ദ്രമില്ല എന്നാണ് ജഗദീപ് ധൻഖർ പറഞ്ഞത്. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായും രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസൃതമായും അല്ലാതെ പ്രവർത്തിക്കുന്നു. ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നായിരുന്നു ജഗദീപ് ധൻഖറിന്റെ ചോദ്യം. നിഷികാന്ത് ദുബെ MP ചോദിച്ചത് സുപ്രീം കോടതി പരിധി വിടുകയാണ് എന്നാണ്. ജാർഖണ്ഡ് BJP MP ആയിരുന്നു. ജാർഖണ്ഡ് BJP MP ആണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ആ മട്ടിലാണ് വന്നത്. പരമോന്നത കോടതി നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പാർലമെന്റ് മന്ദിരം അടച്ചിടാമെന്ന കടുത്ത പ്രസ്താവന കൂടി അദ്ദേഹം നടത്തി. രാജ്യത്ത് മതസ്പർദ്ധയുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത് സുപ്രീം കോടതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്, പാർലമെന്റാണ് രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ പാർലമെന്റിനോട് ആജ്ഞാപിക്കുകയാണോ എന്നും ചോദിക്കുന്നു BJP MP. നിങ്ങളിങ്ങനെയാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്നും കടുത്ത ചോദ്യങ്ങളാണ് BJP MP ചോദിക്കുന്നത്. സുപ്രീം കോടതിയെ വിമർശിച്ച് UPയിലെ BJP MP യും മുൻ മന്ത്രിയുമായ ദിനേശ് ശർമ്മയും രംഗത്തെത്തി. രാഷ്ട്രപതിയെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ദിനേശ് ശർമ്മ പറഞ്ഞു. ഭരണഘടന പ്രകാരം പാർലമെന്റിനെയോ രാഷ്ട്രപതിയെയോ നിയന്ത്രിക്കാൻ ആർക്കും അധികാരമില്ല. രാജ്യത്തിന്റെ പരമാധികാരി എന്ന നിലയിലുള്ള രാഷ്ട്രപതിയെ വെല്ലുവിളിക്കാനാകില്ല. ഇതിനൊക്കെ സുപ്രീം കോടതിയുടേതായി വന്ന മറുപടി ബംഗാളിലെ അതിക്രമങ്ങളിൽ കേന്ദ്രം ഇടപെടണമെന്ന ഹർജിക്കിടെയാണ് ഉണ്ടായത്. പാർലമെന്റിന്റെയും സർക്കാരിന്റെയും അധികാരത്തിൽ കോടതി ഇടപെടണോ എന്നായിരുന്നു പരിഹാസം. അധികാരത്തിൽ കോടതി നുഴഞ്ഞു കയറുന്നതായി ആക്ഷേപമുണ്ടല്ലോ എന്ന് ജസ്റ്റിസ് BR ഗവായ് ചോദിക്കുകയും ചെയ്തു. നെറ്റ്ഫ്ലിക്സിനെതിരായ കേസിലും സമാന പ്രസ്താവന ആവർത്തിച്ചു ജസ്റ്റിസ് ഗവായ്. ബംഗാളിൽ കേന്ദ്രം ഇടപെടണമെന്ന ഹർജി ഉടൻ പരിഗണിക്കില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു. അഭിഭാഷകൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഹർജി അടിയന്തരമായി പരിഗണിച്ചില്ല കോടതി. ജനപ്രതിനിധികളായ നേതാക്കളുടെ കോടതി വിമർശനങ്ങളെ തള്ളി BJPയും രംഗത്തെത്തി. നിഷികാന്ത് ദുബെയുടെയും ദിനേശ് ശർമ്മയുടെയും വ്യക്തിപരമായ അഭിപ്രായമാണത് എന്നായിരുന്നു BJP അധ്യക്ഷൻ പറഞ്ഞത്. ജുഡീഷ്യറിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരായ പരാമർശങ്ങളിൽ BJPക്ക് ഉത്തരവാദിത്തമില്ല. ഇത്തരം പരാമർശങ്ങളെ BJP ഒരിക്കലും പിന്തുണയ്ക്കില്ല എന്നും JP നഡ്ഡ പറഞ്ഞു. സനീഷ ഈ പറഞ്ഞതുപോലെ ബജറംഗ് ദൾ എന്തെങ്കിലും ഒരു പുകിലൊപ്പിക്കുമ്പോൾ അതിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് RSS പറയുന്നത് പോലെയാണ് JP നഡ്ഡ എന്തായാലും BJP MPമാരുടെയും മുതിർന്ന നേതാക്കളുടെയും ഒക്കെ കടുത്ത വിമർശനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ പങ്കാളിത്തമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ
ഭരണഘടന തന്നെ പറയുന്നത് ഭരണഘടനയ്ക്ക് നേരെ വരുന്ന ഒരു നിയമമാണെങ്കിൽ അത് പാർലമെന്റ് പാസ്സാക്കിയാലും അതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക്, അതിൽ റിവ്യൂ നടത്താൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് എന്നാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു തീരുമാനത്തിൽ അമിത അധികാരം, ഇപ്പോൾ രാഷ്ട്രപതി ഭരണഘടനാ വിരുദ്ധമായി ഒന്ന് പ്രവർത്തിച്ചാൽ, ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി എന്ന് പ്രവർത്തിച്ചാൽ അതിൽ ഇടപെടാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഈ കേസിൻ്റെ സാഹചര്യം കൂടി പരിശോധിക്കണമല്ലോ. വന്ന കേസിൻ്റെ സാഹചര്യം അത് ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം നടക്കുന്നു, അത് ഈ ഗവർണർമാരും രാഷ്ട്രപതിയെ തന്നെ ഇടപെടുവിച്ചും അങ്ങനെ നടക്കുന്നു എന്ന് വന്നപ്പോഴാണല്ലോ അങ്ങനെ ഒരു വിധി കോടതിയിൽ നിന്ന് വരുന്നത്. അതിനെ ഈ മട്ടിൽ വിമർശിക്കേണ്ടതുണ്ടോ? നിശ്ചയമായിട്ട് ഈ വിഷയത്തിൽ ഉപരാഷ്ട്രപതിയും ബി ജെ പി നേതാക്കളുമാണ് തെറ്റ്, സുപ്രീം കോടതി ശരി എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇപ്പോൾ ജഗ്ദീപ് ധൻഖർ പറഞ്ഞു ജനപ്രതിനിധികളാണ് പരമാധികാരികൾ, പാർലമെന്റിന് മേൽ മറ്റൊരു അധികാര കേന്ദ്രമില്ല എന്ന് ജഗ്ദീപ് ധൻഖർ സുപ്രീം കോടതി വിമർശിച്ച് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ അത്രയേ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ളൂ. ജഗ്ദീപ് ധൻഖർ പറഞ്ഞ ആ കാര്യം തന്നെ സുപ്രീം കോടതിയും പറഞ്ഞിട്ടുള്ളൂ. ജനപ്രതിനിധി സഭകൾക്ക് മേൽ കളിക്കാൻ ശ്രമിച്ച ഗവർണർമാരെ ഭരണഘടന അതല്ല പറയുന്നത് എന്ന് പറഞ്ഞ് തിരുത്തുകയാണല്ലോ സുപ്രീം കോടതി ചെയ്തത്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ജനപ്രതിനിധികളാണ് പരമാധികാരികൾ, പാർലമെന്റിന് മേലോ ജനപ്രതിനിധികൾക്ക് മേലോ ഗവർണർക്ക് കളിക്കാൻ അധികാരമില്ല എന്നാണ് സുപ്രീം കോടതിയും പറഞ്ഞു. അപ്പോൾ ജഗ്ദീപ് ധൻഖർ എവിടേക്കാണ് വെടിവെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന നിലയിലുള്ള രാഷ്ട്രപതിയെ വെല്ലുവിളിക്കാനാകില്ല എന്ന് BJP MP ദിനേശ് വർമ്മ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടല്ലോ. രാജ്യത്തിൻ്റെ പരമാധികാരി എന്ന നിലക്ക് രാഷ്ട്രപതി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റാണ്. അത് തെറ്റാണ് എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പരമാധികാരി അല്ല രാഷ്ട്രപതി, രാജ്യത്തിൻ്റെ പരമാധികാരിയല്ല രാഷ്ട്രപതി എന്ന് ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ദുഷ്യന്ത് ദവേ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രപതി പദവിയെ പറ്റിയിട്ട് അംബേദ്കർ 1949 എഴുതി വെച്ച കാര്യം കോട്ട് ചെയ്യേണ്ടത് അതിങ്ങനെയാണ്: ഹീസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ബട്ട് നോട്ട് ഓഫ് ദ എക്സിക്യൂട്ടീവ്. ഹീ റെപ്രസെൻറ്റ്സ് ദ നേഷൻ ബട്ട് ഡസ് നോട്ട് റൂൾ ദ നേഷൻ. ഹീസ് ദ സിംബിൾ ഓഫ് ദ നേഷൻ. His place in the administration is that of a ceremonial device on a seal by which the nation's decisions are made known. The President of the Indian Union will be generally bound by the advice of his ministers. Okay. He can do nothing contrary to their advice, nor can he do anything about their advice. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സെറിമോണിയൽ പദവി മാത്രമാണ്. പലപ്പോഴായിട്ട് പറയേണ്ടത് ഇതിനകത്ത് പിന്നെയും ചില കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ he has to act on the advice of the Prime Minister in the matter of the selection of members in the cabinet. പിന്നെ he is not to be the absolute supreme head. അംബേദ്കറിൻ്റെ വാക്കിന് ഈ പറയുന്ന അനിൽ വർമ്മയുടെ വാക്കിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അംബേദ്കറാണല്ലോ പ്രധാനപ്പെട്ട ആൾ. he is not to be the absolute supreme head. അദ്ദേഹം പരമാധികാരി അല്ല, കൃത്യമായിട്ട് പറയാണ്. And that is the parliamentary form of government in the United States. We have not adopted that system. എന്ന് വെച്ചാൽ അമേരിക്കൻ സിസ്റ്റത്തിലെ പ്രസിഡന്റ് എന്താണോ അതല്ല ഇന്ത്യൻ സിസ്റ്റത്തിലെ പ്രസിഡന്റ്. ഒരു സെറിമോണിയൽ പദവി മാത്രമാണ് എന്ന് ഇത്രക്ക് വ്യക്തമായിട്ട് ഭരണഘടനയ്ക്കകത്തും പുറത്തും ഭരണഘടന രൂപീകരിച്ച കാലത്ത് ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന സംവിധാനത്തെയാണ് ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭരണഘടന സംവിധാനം ചെയ്തിരിക്കുന്ന കാര്യം മാറിപ്പോവുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കാണ്. അപ്പോൾ ആളുകൾ വന്നിട്ട് അതിപ്പോൾ ഉപരാഷ്ട്രപതി ആണെങ്കിലും വന്ന് സുപ്രീം കോടതി വിമർശിക്കുന്നത് ഭരണഘടനാപരമായിട്ട് നോക്കിയാൽ രാഷ്ട്രപതി സെറിമോണിയൽ പൊസിഷൻ ആണെങ്കിൽ ഉപരാഷ്ട്രപതി സെറിമോണിയൽ പൊസിഷൻ ആണല്ലോ. ഭരണഘടനാ പദവി അപ്പുറത്താണ് സുപ്രീം കോടതിക്കാണ്. 361 വ്യക്തിപരമായ ചില പ്രതിരോധമൊക്കെ ഉണ്ടെങ്കിലും സുരക്ഷയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രപതി എന്നതിനേക്കാൾ സെറിമോണിയൽ പദവിയാണ് ഉപരാഷ്ട്രപതി. അദ്ദേഹം രാജ്യസഭയുടെ അധ്യക്ഷനായി അവിടെ ഇരിക്കാമെന്നുള്ളതല്ലാതെ, അതിനെ നിയന്ത്രിക്കാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് വലിയ പദവിയുള്ള ഒരു മഹാനൊന്നുമല്ല. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നതാണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട്. മാത്രമല്ല ഭരണഘടനാപരമായി നിലനിൽക്കാത്ത ഒരു കാര്യം അത് ഏത് സഭ ചെയ്താലും ആ ജുഡീഷ്യൽ സ്ക്രൂട്ടനിയിലൂടെ അത് കടന്നു പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുതന്നെയാണ് ഫെഡറൽ തത്വം. ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ അന്നും ചർച്ച ചെയ്തതാണല്ലോ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചാൽ, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് നിയമിക്കുന്ന ഗവർണർ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നിയമിക്കുന്ന ഗവർണർ കുഴപ്പം ഒപ്പിച്ചാൽ അത് ചോദ്യം ചെയ്യാനോ അതിൽ ഇടപെടാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് തന്നെയാണ്. അതല്ല എന്ന് വാദിക്കുന്നത് ഒരു സംശയവും വേണ്ട ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനാണ്. അതാണ് ഇതിനകത്ത് ആകെപ്പാടെ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം നമ്മൾ കുറേ 10-40 വർഷമായിട്ട് ഈ കാര്യങ്ങൾ കാണുന്നത്. എന്താണ്? പരസ്പരം ചേർന്ന് നിൽക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, അതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയത് മൊത്തം വീഴും. അപ്പോൾ പരസ്പരം ചേർന്ന് നിന്ന് പരസ്പരം താങ്ങായിട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം നമ്മൾ സ്വീകരിക്കാത്തതിന് ന്യായീകരണങ്ങളുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സംവിധാനത്തിനെ തകർക്കാതിരിക്കാൻ ഇവരെല്ലാവരും നോക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ ഹർഷൻ, അതായത് BJP ഹാൻഡിലുകളിൽ നിന്ന് ഈ സമീപ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഇന്ദിരാഗാന്ധി ഇതുപോലെ തന്നെ സുപ്രീം കോടതിയെയും മറ്റും വിമർശിക്കുന്നതാണ്. അതായത് ഞങ്ങളാണ് പ്രധാനം, രാഷ്ട്രീയക്കാരാണ് പ്രധാനം, സുപ്രീം കോടതി
കോടതി അല്ല, നിങ്ങൾ തുടങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് ഇന്ദിരാഗാന്ധി വിമർശിക്കുന്നതാണ് ഇതിൻ്റെ ബദലായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വീഡിയോ. അത് ഇന്ദിരാഗാന്ധി ശരിക്കും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തെ അമിതാധികാരം ഉപയോഗിച്ച ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ പറയുന്ന അടിയന്തരാവസ്ഥ നടപ്പാക്കിയ ആളാണ്. ആ അടിയന്തരാവസ്ഥക്ക് തൊട്ട് മുമ്പാണ് അവർ സുപ്രീം കോടതി വിമർശിച്ചത്. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയെ വിമർശിച്ച് അവർ പോയത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായുള്ളൊരു വലിയ രാഷ്ട്രീയ പ്രോസസ്സിലേക്കാണ്, അങ്ങേയറ്റം നെഗറ്റീവായ സംഗതിയിലേക്കാണ്. അപ്പോൾ ആ നെഗറ്റീവായി പോയ സംഗതിയാണ് ഇപ്പോൾ ഇവർ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എന്നത് പരിഹാസ്യമാണെന്ന് അറിയാം. ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഇന്ത്യൻ ഭരണഘടനയുടെ രണ്ട് അടിത്തൂണുകളാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിർമ്മിതിയിൽ പരസ്പര്യത്തോടെ പങ്കുവഹിച്ച സ്ഥാപന സംവിധാനങ്ങൾ തമ്മിൽ ഉരസിയിട്ടുണ്ട്. ചരിത്രത്തിൽ പലവട്ടം അത്തരം കോൺഫ്ലിക്റ്റുകൾ എന്നേക്കുമുള്ള ചരിത്ര പാഠമായി രചനാപരമായി പരിഹരിക്കാനും ഈ രാജ്യത്തിനായിട്ടുണ്ട്. പക്ഷേ അത്യുന്നത നീതിപീഠത്തിന് നേരെ ഉന്നത ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ തുടരെ കുറ്റാരോപണങ്ങളിലൂടെ റാപ്പിഡ് ഫയറിംഗ് നടത്തുന്നത് ഈ രാജ്യം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്വതന്ത്ര ഇന്ത്യ ശീലിച്ചു പോന്ന നല്ല പതിവുകൾ തെറ്റുന്നത് RDX ആശങ്കയോടെ നോക്കിക്കാണുന്നു. രാജ്യത്തെയും ജനാധിപത്യത്തെയും നിലനിർത്തുന്ന അടിസ്ഥാന പ്രമാണങ്ങളും വഴക്കങ്ങളും നിലനിൽക്കണം. ഇന്ത്യ എന്ന ആശയം പടുത്തുയർത്തിയിരിക്കുന്നത് തന്നെ അത്തരം ചില അടിപ്പടവുകളിലാണ്. വേണ്ടപ്പെട്ടവർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ, ഇല്ലെങ്കിൽ ഈ രാജ്യം അവരെ തിരുത്തും.